ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിൽ ഗുണം ഉണ്ടാകുന്നുണ്ട് രാജ്യത്തിന് എന്നുള്ള കാര്യമാണ്. അപ്പോൾ രാജ്യത്താകെയുള്ള ഗുണത്തിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാവേണ്ട ഗുണങ്ങളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങളല്ലാതെ അത്രയും ബെനിഫിറ്റ് താഴോട്ടുണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ കാണിക്കുന്നില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും വലിയ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കിട്ടേണ്ട ഏറ്റവും സാധാരണക്കാരെ സഹായിക്കേണ്ടത്. ഇപ്പോഴത്തെ ഈ കറണ്ട് ഇയറിൽ 1,13,099 കോടി രൂപയാണ് ബഡ്ജറ്റിൽ ചെലവാകുന്നത് ഈ വർഷം. പക്ഷേ ഇനിയിപ്പോൾ വെച്ചേക്കുന്നത് 86,144 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പം ചെലവാകുന്ന പണത്തെക്കാളും വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മുടെ ഫുഡ് സബ്സിഡിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചേക്കുന്ന പണം. ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് 2,14,696 കോടിയാണ്. നല്ല തുകയാണ്. കഴിഞ്ഞ ഇപ്പോൾ ചിലവായത് ഇന്ത്യയിലാകെയുള്ളവർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി 2,14,696 കോടി രൂപയാണ് ചെലവാകുന്നതെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ 1,57,207 അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ വലിയൊരു തുക കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭക്ഷ്യസുരക്ഷയെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ള പ്രശ്നം ഉണ്ട്. അതുപോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കർഷകർക്ക് നെല്ലെടുക്കുന്നതിൻ്റെയും ഗോതമ്പ് എടുക്കുന്നതിൻ്റെയും ആയിട്ടുള്ള ഈ പ്രൊക്യൂർമെന്റ് വെച്ചേക്കുന്ന പണത്തിലും നല്ല കുറവുണ്ട്. അത് 72,283 കറണ്ട് ഇയർ ബഡ്ജറ്റിലെ ഈ വർഷം അവസാനം മാർച്ച് ആകുമ്പോൾ ചെലവാകുന്നതെന്നാണ് എക്സ്പെക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ അത് 59,000 ചില്ലുവാനും രൂപയെ വെച്ചിട്ടുള്ളൂ. അതിനകത്ത് വെച്ചേക്കുന്ന തുകയിലും നല്ല കുറവുണ്ട്. ഇതുപോലെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ട് വീടുകളുടെ PMAY വീടുകളുടെ കാര്യത്തിനകത്ത് അതേപോലെ പുതിയ ഈ UIDF തുടങ്ങിയ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ക്ലാരിറ്റി വരാനുണ്ട്. എങ്കിൽ പോലും അതെല്ലാം നേരത്തെയുള്ള യൂസർ ഫീ മേടിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന നിലയിലാണ് UIDF എന്ന് പറഞ്ഞാൽ പുതിയ നഗരമേഖലയിലെ വികസനത്തിനായിട്ട് കാര്യം വെച്ചേക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാഥമികമായി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഒന്ന് നമ്മുടെ ഈ ബഡ്ജറ്റ് സ്പീച്ചിനകത്ത് പറഞ്ഞേക്കുന്നത് ഇനി തൊട്ട് ഇൻപുട്ട് ബേസിസിലുള്ള CSS സ്കീംസാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ CSS സ്കീംസ് ഇൻപുട്ട് ബേസിസിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റിസൾട്ട് ബേസിസിലാക്കും. കേൾക്കുമ്പോൾ നല്ലതാണ്, റിസൾട്ട് ബേസിസിലാണ് ഇനി തൊട്ട് പണം കൊടുക്കുന്നതെന്ന് കേൾക്കുമ്പോൾ നല്ലൊരു കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഈ റിസൾട്ടാണ് എങ്ങനെയാണ് ആരാണ് അസസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ സ്റ്റേറ്റുകൾ, എപ്പോഴും ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന പണത്തിന്റെ വിഹിതം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ബഡ്ജറ്റ് സ്പീച്ചിൽ അതിന്റെ ഉണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിന് കിട്ടുന്നതും മറ്റ് സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നതുമായിട്ടുള്ള കേന്ദ്ര വിഹിതം ഡിവിസീവ് പൂളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര ക്രൂരമായിട്ടുള്ള അവഗണനയാണ് കേരളത്തോടെ കാണിച്ചതെന്ന് മനസ്സിലാവും. ഞാനിത് ഈ കണക്കൊന്നും പറയുന്നില്ല. എല്ലാ സ്റ്റേറ്റുകളുടെയും ഉണ്ട്. അങ്ങേയറ്റം നമുക്ക് തുല്യമായ ജനസംഖ്യയും നമ്മളെക്കാളും കുറവുള്ള ജനസംഖ്യയും ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് കുറേയേറെ ചില മേഖലയിൽ വികസനം വന്നു. അതുകൊണ്ട് വലിയ തോതിലുള്ള പണം കുറവുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെന്റുകൾക്കകത്തുണ്ട്. എൻ്റെ കോപ്പിയുണ്ട്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം ആർബിട്രറി ആയിട്ട് ഈ കാര്യങ്ങൾ വീതം വെക്കുന്നതിൽ, കേന്ദ്ര ഗവൺമെന്റ് കയ്യിലുള്ള പണം താഴോട്ട് വീതം വെക്കുന്നതിൽ നമ്മുടെ CSS സ്കീമിനകത്ത് തന്നെ ഇപ്പോൾ തന്നെ പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. കാരണം ചില കാര്യങ്ങൾ നമുക്കുണ്ട്. നിങ്ങൾക്ക് നല്ല സ്കൂളുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, ആശുപത്രിയുണ്ട്. അതുകൊണ്ട് ആ സ്കീം അനുസരിച്ച് തരില്ല എന്ന് പറഞ്ഞ ചില യാഡ് സ്റ്റിക്ക് CSS സ്കീംസിലുണ്ട്, ഡിവിസീവ് പൂളിൽ മാത്രമല്ല. അപ്പോൾ ഈ CSS സ്കീംസിലുള്ള ഈ കാര്യത്തിൻ്റെ കൂടി ഇപ്പോൾ ഇനി പറയുന്നത് ഔട്ട്പുട്ട് ബേസ്ഡ് ആണ്. നിങ്ങൾ ഇന്ന റിസൾട്ട് ഉണ്ടാക്കിയാലേ, റിസൾട്ട് ബേസ്ഡ് ആണ്, ഇന്ന റിസൾട്ട് ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാക്കണമെന്ന് പറയും. പക്ഷെ റിസൾട്ട് ഉണ്ടാക്കിയെന്ന് വിലയിരുത്തുന്ന ആരാ, മാർക്കിടുന്ന ആരാ? ഒരു സ്റ്റേറ്റിന് ആ സ്റ്റേറ്റിനകത്ത് കിട്ടേണ്ട അർഹമായ ഇന്ത്യയിലെ ടാക്സ്, അതൊരു ഗവൺമെന്റിന്റെ അല്ല, ഇന്ത്യയിലാകെയുള്ള നികുതി, കേരളം ഉൾപ്പെടെയുള്ള തമിഴ്നാടോ കേരളമോ കാശ്മീരോ പിന്നെ ഗുജറാത്തോ അടക്കമുള്ള എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഉൾപ്പെടെ വരുന്ന നികുതി പിരിച്ച് അതത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിനകത്ത് പുതിയൊരു തരം കൺട്രോളൂടെ കൊണ്ടുവരുന്നോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ്. അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അതാണ് ഈ റിസൾട്ട് ബേസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ ഒരു അപകടം വരാവുന്നതെന്നാണ് കാണുന്നത്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇപ്പം തന്നെ പലതും കിട്ടാത്തതുകൊണ്ടാണ് നടത്തിപ്പോ ഇന്ന തരത്തിലായില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നൊരു സ്ഥിതി വരാം. കാരണം ഇപ്പം തന്നെ അതെ, അതിനകത്ത് കൂടുതൽ വിശദമായിട്ടില്ലല്ല, പ്രസംഗത്തിലെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ ആയിരിക്കും.
അതുപോലെ ഏറ്റവും അപകടം ഉണ്ടാകാവുന്ന ഒരു മേഖലയായിട്ട് തോന്നുന്നത്, കൂടുതൽ വിശദമായിട്ട് നോക്കേണ്ടതാണ്, നമ്മുടെ സഹകരണ മേഖലയിലേക്കുള്ള കടന്ന് എല്ലാ പഞ്ചായത്തുകളിലേക്കും വരെ കടന്നു വരുന്ന ഒരു പരിപാടി ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ നേരത്തെ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിലായിരുന്നു സഹകരണ മേഖല. നിങ്ങൾക്കറിയാം, കേരളത്തിൽ മാത്രം 2.5 ലക്ഷത്തോളം കോടി രൂപയുടെ നിക്ഷേപമുള്ള ബൃഹത്തായൊരു മേഖലയാണല്ലോ കോപ്പറേറ്റീവ് സെക്ടർ. ആ കോപ്പറേറ്റീവ് സെക്ടറിൽ ആദ്യമായിട്ട് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് എന്നുള്ള ചില സങ്കല്പങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരെ സഹകരണ മേഖല പോകുന്നതിനുള്ള ചില സ്കീംസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിന്റെ പുറത്തുള്ള ഒരു തരം ബാങ്കിങ് ആണ്. ബാങ്കിന്റെ പുറത്തുള്ള സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു ശൃംഖലയാണ്. ആ സഹകരണ മേഖലയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നത്. കുറച്ച് കഴിഞ്ഞായിരിക്കും അതിന്റെ എത്രത്തോളം ഫലം വരുമെന്ന് മനസ്സിലാവുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സഹകരണ മേഖലയെ താഴെ വരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്കീം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും നമുക്ക് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉൾപ്പെടെ കാര്യങ്ങളെ ബാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ 37,000 സഹകരണ മേഖലയെ നിയന്ത്രിക്കാം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് താഴെയെല്ലാം വന്ന് യഥേഷ്ടം വന്ന് ഇപ്പൊ തന്നെ 10-15% ഡെപ്പോസിറ്റ് മേടിക്കുന്നുണ്ട് ചിലർക്കൊക്കെ. അതൊക്കെ എങ്ങനെയാണ് അതിന്റെ ഫ്യൂച്ചർ? ഇത് പൊളിഞ്ഞു പോവോ? കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും കേരളത്തിലെ സഹകരണ മേഖലയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വന്നാൽ പോലും വലിയ വിമർശനം വരികയും മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിശക്തമായ വിമർശനം വരികയും അതിനെ നിയന്ത്രിക്കുകയും സാധാരണക്കാരുടെ പണം പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക സംവിധാനങ്ങൾ ഗവൺമെന്റിനുണ്ടല്ലോ, അന്വേഷണം ഉണ്ടല്ലോ. ഇത് പല സ്ഥലത്തും വന്നിട്ട് ഇങ്ങനെ പോകാം. അപ്പോൾ സഹകരണ മേഖല ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ 2.5 ലക്ഷം കോടി രൂപ കേരളത്തിൽ മാത്രമുള്ള ഡെപ്പോസിറ്റുള്ള മേഖല. കേരളത്തിൽ ഇതുണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലൊക്കെ സഹകരണ മേഖല നന്നായിട്ടുള്ളിടത്തൊക്കെ ഉണ്ടാവും. ആ സഹകരണ മേഖലയിലേക്ക് ഡയറക്റ്റായിട്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്തുകൊണ്ടാണത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു നേരത്തെ, ഇപ്പോൾ എന്തുകൊണ്ടത് അങ്ങോട്ട് എടുക്കുന്നു, എന്തുകൊണ്ട് അത് കൂടുതൽ വരുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ സഹകാരികളായിട്ടുള്ള ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്നതാണ്, പരിശോധിക്കുന്നതാണ്. അതൊരു പുതിയ പ്രവണതയാണ്, വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് തൊഴിൽ മേഖലയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓരോന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. തൊഴിൽ മേഖല 37,000 വേക്കൻസി അധ്യാപകർക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള മേഖല സർവകലാശാലകളിൽ, അതുപോലെ തന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം, കേന്ദ്രീയ വിദ്യാലയം പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ എത്രയോ വേക്കൻസി കിടക്കുകയാണ്. 10 ലക്ഷത്തോളത്തിലത് വേക്കൻസികൾ പലയിടത്തും കിടക്കുന്ന പറഞ്ഞു. ഏതായാലും കുറച്ചാളെ ഇപ്പോൾ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചത് നന്നായി. സംസ്ഥാനത്തെ സൈനിക് സ്കൂൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ശമ്പളം കൊടുക്കുകയാണ് ഇപ്പോൾ നടത്തുന്നത്.